ചലിക്കുന്ന കൽവിളക്കുള്ള കേരളത്തിലെ അത്ഭുത ക്ഷേത്രം. ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ തകഴി തിരുവല്ല റോഡിനടുത്ത് കരിമാടിയിലാണ് കാമപുരത്ത് ശ്രീ ശങ്കരനാരായണമൂർത്തി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ലോകത്തൊരിടത്തും കാണാത്ത വിധത്തിലുള്ള ഒരു അത്ഭുതം നമുക്കിവിടെ കാണുവാൻ സാധിക്കും. അതാണ് അമ്പലപ്പുഴ ക്ഷേത്രത്തെക്കാളും പഴക്കം അവകാശപ്പെടുന്ന ഈ ക്ഷേത്രത്തിൻ്റെ തിരുമുൻപിൽ സ്ഥിതി ചെയ്യുന്ന ചലിക്കുന്ന കൽവിളക്ക്. ഭക്തർക്ക് അതൊരു അത്ഭുത കാഴ്ചയാണ്. ഈ കൽവിളക്ക് സ്വയം തിരിഞ്ഞ് പുറകിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. ഉത്തരായനത്തിൽ വടക്ക് പടിഞ്ഞാറോട്ടും ദക്ഷിണായനത്തിൽ തെക്ക് കിഴക്കോട്ടും വിളക്ക് ചെറുതായി നീങ്ങുന്നു. അന്താരാഷ്ട്ര തലത്തിലുള്ള ഭൂഗർഭ ഗവേഷകർക്ക് ഉത്തരം കിട്ടാത്ത ചോദ്യമാണ് ഈ കൽവിളക്കിൻ്റെ ചലനം. 1985 ജപ്പാനിൽ നിന്ന് വന്ന ഒരു ശാസ്ത്രജ്ഞൻ വിളക്കിൻ്റെ 4 വശത്തും അടയാളപ്പെടുത്തി. പിറ്റേ വർഷം വന്നു നോക്കിയപ്പോൾ വിളക്ക് 180 സെൻറ്റിമീറ്റർ തെന്നി മാറിയിരിക്കുന്നു. ഇങ്ങനെ ഓരോ വർഷവും ചലനം രേഖപ്പെടുത്തിയെങ്കിലും ചലനകാരണം കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒരിക്കൽ വിളക്കിന് ചുറ്റും കുഴിയെടുത്ത് കോൺക്രീറ്റ് ഇട്ടു. എന്നാൽ അതും പൊളിച്ച് വീണ്ടും വിളക്ക് മാറിയെന്നും പറയപ്പെടുന്നു. ഏതാണ്ട് 20 വർഷം കൊണ്ട് ഈ കൽവിളക്ക് 1.5 മീറ്ററോളം സ്ഥാനം മാറിയെന്ന് നാട്ടുകാർ പറയുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇത് ശിവവൈഷ്ണവ ക്ഷേത്രമായിരുന്നു. ഇന്ന് വൈഷ്ണവാരാധനയാണ് പ്രധാനം. ആ കാലത്ത് വിദേശാക്രമണം ഉണ്ടായപ്പോൾ കൊള്ളയടിക്കപ്പെടാതിരിക്കാനായി ഇവിടുത്തെ സ്വർണ്ണക്കൊടിമരം ഈ കൽവിളക്കിൻ്റെ ഇരുന്ന സ്ഥാനത്ത് കുഴിച്ചിട്ടുവെന്നും ആരുടെയും ശ്രദ്ധയിൽ പെടാതിരിക്കാനായി ആ ഭാഗത്ത് കൽവിളക്ക് സ്ഥാപിച്ചുവെന്നും വിശ്വസിക്കുന്നു. ദൈവപ്രശ്നം വെച്ചപ്പോൾ ഈ കൽവിളക്ക് സ്ഥാനം മാറി തൊട്ടടുത്ത യക്ഷിയമ്പലത്തിന് സമീപം എത്തുമെന്നും അപ്പോൾ സ്വർണ്ണക്കൊടിമരം ഉയർന്നു വരുമെന്നും പ്രവചിച്ചു. ഈ അത്ഭുതത്തിൻ്റെ പിന്നിലെ ഐതിഹ്യം എന്തുതന്നെയായാലും വിളക്ക് ചലിക്കുന്നു എന്നതിന് ഇവിടെ 2 പക്ഷമില്ല. ഈ ക്ഷേത്രത്തോട് ചേർന്ന് തന്നെയാണ് ചരിത്രപ്രസിദ്ധമായ തോട്ടുമുഖത്ത് ധ്യാനനിമഗ്നായിരിക്കുന്ന പ്രതിമയായ കരുമാടിക്കുട്ടൻ. ആലപ്പുഴ ടൗണിൽ നിന്നും 5 കിലോമീറ്റർ അകലെയായാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിലേക്ക് ബോട്ട് സർവീസും ഉണ്ട്. 4 കിലോമീറ്റർ അകലെയുള്ള അമ്പലപ്പുഴയാണ് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ. കരിമാടിയിലെ കൽവിളക്ക് ഇന്നും ഉത്തരം കിട്ടാത്ത ചോദ്യചിഹ്നമായി നിലനിൽക്കുന്നു.